ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ വർഷം നാം പ്രാർത്ഥനാവർഷമായി കൊണ്ടാടുമ്പോൾ ഇന്ന് ക്രിസ്ത്യാനി എന്ന നിലയിൽ നാം വലിയ വെല്ലുവിളികളാണ് ഈ രാജ്യത്ത് നേരിടുന്നത്. എന്നാൽ ഈ രാജ്യത്ത് മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് സിറിയ, തുർക്കി മുതലായ ഇസ്ലാമിക രാജ്യങ്ങളിലും ആഫ്രിക്കയുടെ പല പ്രദേശങ്ങളിലും മുൻ സോവിയറ്റ് യൂണിയനിൽ നിന്ന് മാറി നിൽക്കുന്നതായ പൗരസ്ത്യ യൂറോപ്യൻ രാജ്യങ്ങളിലും അതുപോലെ തന്നെ അർമേനിയയുടെ ചില ഭാഗങ്ങളിലും ഒക്കെ ക്രിസ്തീയ വിശ്വാസം തുടച്ചു നീക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉന്മൂലനാശം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. യൂറോപ്പ്, അമേരിക്ക മുതലായതായ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വിശ്വാസം പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനികൾ വലിയ പീഡയുടെ നടുവിലൂടെയാണ് കടന്നു പോകുന്നത്. ആയതിനാൽ ഈ മാസം നമുക്ക് ലോകമൊക്കെയുള്ളതായ ക്രിസ്തീയ സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകം നിങ്ങളെ പകയ്ക്കും, ഭയപ്പെടേണ്ട, എന്തെന്നാൽ അത് നിങ്ങൾക്ക് മുമ്പ് എന്നെ പകച്ചിരിക്കുന്നു എന്നറിവിൻ. നിങ്ങളെ കൊല്ലുന്നവരെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വരുന്ന ഒരു നാഴിക വരുന്നു. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും പീഡിപ്പിക്കുകയും നിങ്ങളെ കൊണ്ട് സകല തിന്മകളും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വർദ്ധിച്ചിരിക്കുന്നുവെന്ന് കർത്താവ് മുമ്പ് കൂട്ടി നമുക്ക് വരുവാനുള്ളതായ പീഡകളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചും നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ആകയാൽ ഭയപ്പെടേണ്ട, നല്ല പ്രത്യാശയോടെ ഇരിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവം നമ്മെ വഴി നടത്തും. ഈ ഒരു കാര്യം എപ്പോഴും നാം ഓർക്കണം. ദൈവത്തെ വിശ്വസിച്ചതായ സഹോദരന്മാർ അവരുടെ ജീവിതത്തിൽ പീഡകൾ വന്നപ്പോൾ ദൈവത്തിൽ കൂടുതലായി അവർ ശരണപ്പെട്ടു. മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ അവർ ദൈവത്തെ സ്തുതിച്ചു. അവരെ പോലെ നമുക്കും ദൈവത്തിൽ ശരണപ്പെടാം. പീഡകൾ ഏൽക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രതിലോമ ശക്തികൾക്ക് ദൈവാവബോധം ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കാം. ശൗൽ പൗലോസ് ആയതുപോലെ ഗ്രഹാം സ്റ്റെയിൻസിനെ കൊന്നവർ ദൈവത്തിലേക്ക് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞതുപോലെ ഇന്ന് സഭയെ ഉപദ്രവിക്കുന്നവർക്ക് മാനസാന്തരം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ക്രിസ്തുവിലല്ലാതെ മറ്റെങ്ങും രക്ഷയില്ല എന്ന് മനസ്സിലാക്കുവാൻ പ്രാർത്ഥിക്കാം. എല്ലാവരും ക്രിസ്തുവിലേക്ക് തിരിയുവാൻ പ്രാർത്ഥിക്കാം. സഭയിലും രാജ്യത്തും ലോകത്തും സമാധാനം നിലനിൽക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് 15 നോമ്പ് ആചരിക്കുന്നതായ ഈ ദിവസങ്ങളിൽ ദൈവമാതാവിൽ പ്രത്യേകമായി മധ്യസ്ഥത നമുക്ക് അർപ്പിക്കാം. അവളെപ്പോലെ ദൈവത്തിൽ ലോകത്തിന് നൽകുവാൻ തക്കവണ്ണം നമുക്കും ഇടയാകട്ടെ. അവളെപ്പോലെ താഴ്മ വരിക്കുവാൻ നമുക്കിടയാകട്ടെ. കഷ്ടതകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ദൈവം നമ്മെ ഭരമേൽപ്പിക്കുന്നതായ ഓരോ ഉത്തരവാദിത്വങ്ങളും കൃത്യമായി നിർവഹിക്കുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങൾക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. മറ്റുള്ളവരെ സഹായിക്കുവാനും സ്നേഹിക്കുവാനും കരുതുവാനും നമുക്കിടയാകട്ടെ. കുരിശിൻ്റെ മുമ്പിൽ മറിയാമിനെ പോലെ ഈ ലോകത്തിൽ ദൈവത്തെ എപ്പോഴും സാക്ഷിക്കുവാൻ തക്കവണ്ണം നമുക്കും ഇടയാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ആയതിനാൽ ഈ മാസം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു മാസമായി തീരട്ടെ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, അഹമ്മദാബാദ് മെത്രാസനത്തിനു വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അതിലെ വൈദികർക്ക് വേണ്ടി, അതിലെ ആത്മീയ ശുശ്രൂഷകർക്ക് വേണ്ടി, അതിലെ ജനങ്ങൾക്ക് വേണ്ടി എല്ലാവരും പരസ്പരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഏറ്റവും ഒടുവിലായി ബലഹീനായ എനിക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം. ലോകത്തിൽ ദൈവമുള്ളവരായി ജീവിക്കുവാൻ നമുക്കിടയാകട്ടെ. ലോകത്തിൽ സമാധാനം ഉണ്ടാക്കുന്നവരായി ജീവിക്കുവാൻ നമുക്കിടയാകട്ടെ. മറ്റുള്ളവർക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ലോകത്തിലുള്ളതായ ക്രൈസ്തവ സഭകൾ സമാധാനം കണ്ടെത്തുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. അവരെ ഉപദ്രവിക്കുന്നവർക്ക് മനസ്സാന്തരം ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം.
ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.